ഹലോ ഫ്രണ്ട്സ്, വീഡിയോ കാണുന്ന എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് വന്നിട്ടുള്ള വീഡിയോയിൽ വാടാനപ്പള്ളി ബൈപ്പാസ് ഏഴാങ്കല്ലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഇതാണ് കേട്ടോ ഉൾപ്പെടുത്തിയിട്ടുള്ള. ഏഴാങ്കല്ലിൽ നിന്ന് ഹൈവേയിലേക്ക് പോകുന്ന സർവീസ് റോഡിൻ്റെ ഒരു ഭാഗം ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ. ഏഴാങ്കല്ല് അണ്ടർപാസിൻ്റെ നേരെ ഫ്രണ്ടിലാണ് കിയയുടെ ഷോറൂം. അങ്ങനെ അപ്പുറത്തെ സൈഡിൽ കൂടെ ഹൈവേയിൽ കയറിയിട്ടാണ്. നമ്മൾ കഴിഞ്ഞൊരു വാടാനപ്പള്ളി ബൈപ്പാസിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ തൃശ്ശൂർ റൂട്ടിൽ നമ്മൾ ഈ ഹൈവേയിലേക്ക് കയറുന്ന ആ ഭാഗം തൊട്ടിട്ട് നമ്മൾ ഇവിടെ ഏഴാങ്കല്ല് വരെയുള്ള ആണ് അന്ന് ചെയ്തത്. പക്ഷേ അന്ന് നല്ല മഴയായിരുന്നു കേട്ടോ. ഇത് അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് ഇടാമെന്ന് വിചാരിച്ചാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന ഭാഗങ്ങളൊക്കെ. പിന്നെ ഹൈവേയിൽ വെള്ളം കെട്ടി നിൽക്കാണ്ട് താഴത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പൈപ്പൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ പൈപ്പൊക്കെ താഴോട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് ശരിക്കും പറഞ്ഞപ്പോൾ ചേറ്റുവെന്നൊക്കെ വരുമ്പോഴും തൃത്തല്ലൂർ ഉള്ളവർക്കൊക്കെ നമുക്ക് വേഗം തൃപ്രയാർ എത്തണമെങ്കിൽ ഈ ഹൈവേ കൂടെ തന്നെ പോകാനുള്ളൊരു സിറ്റുവേഷൻ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ റൂട്ടിലൂടെ പോയാൽ ഒരു 5-8 മിനിറ്റിനുള്ളിൽ നമുക്ക് തൃപ്രയാർ എത്താം. ചില ഭാഗത്ത് മാത്രമാണ് കുറച്ച് പണി നടക്കുന്നുള്ളൂ. പിന്നെ വാടാനപ്പള്ളി ആവുമ്പോൾ ഒന്ന് സർവീസ് റൂട്ടിലോട്ട് കയറണം. പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് വേഗം തൃപ്രയാർ എത്താം. തളിക്കുളത്ത് ഒക്കെ നമുക്ക് ഓവർബ്രിഡ്ജ് വഴി നേരെ കയറി പോവാം. ഇതിലൂടെ ഹൈവേ വന്നപ്പോൾ സ്റ്റാർട്ടിങ് ഭാഗത്തൊക്കെ ചില വീടുകൾക്ക് കറക്റ്റ് എൻ്റർ ചെയ്യാൻ പറ്റുന്നുണ്ട് ഹൈവേയിലേക്ക്. അവർക്കൊക്കെ നല്ല എന്താ പറയുക, ലാൻഡൊക്കെ നല്ല വാല്യൂ ആയിട്ടുണ്ടാവും. വാടാനപ്പള്ളി ഭാഗം എത്തിയപ്പോൾ അവിടേക്കുള്ള ആക്സസ് ഹൈവേയിൽ ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ സർവീസ് റൂട്ടിലേക്ക് വീണ്ടും കയറിയിട്ട് അങ്ങനെ ആ തൃശ്ശൂർ റോഡിൽ കൂടെ അങ്ങനെ കയറി വീണ്ടും ഹൈവേയിലേക്ക് പോകാനുള്ള സെറ്റപ്പാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. ഇവിടെ കുറച്ച് പണി ബാക്കിയുണ്ട് കേട്ടോ. ഒരു 2-3 മാസത്തെ പണി എന്തായാലും ഉണ്ട് ചെയ്യാൻ. പിന്നെ ഇപ്പം മഴക്കാലമായതുകൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. എങ്ങനെ പോയാലും മഴക്കാലമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഇതൊക്കെ കംപ്ലീറ്റ് ആവുള്ളൂ. നല്ല വെയിലുണ്ടെങ്കിലല്ല അത്യാവശ്യം പണിയാനും എളുപ്പമുണ്ടാവും. അങ്ങനെ കണ്ട ഈ തൃശ്ശൂർ റോഡ് ക്രോസ് ചെയ്തിട്ടും ഇവിടെയും ഈ ഭാഗത്തും പണിയുണ്ട്. എന്തായാലും ഇനിയൊരു 2027 ഒരു അവസാനമാകുമ്പോഴത്തേനും എല്ലാം കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.